ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്ന വൈറലായിട്ടുള്ള ഡയപ്പർ ഡിസ്പോസൽ ടെക്നിക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, അത് നമുക്ക് നോക്കി തന്നെ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്ന കാര്യം ഇടയ്ക്കൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഡയപ്പർ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ജെൽ ബേസ്ഡ് ആണ് കേട്ടോ, ജെൽ ബേസ്ഡ് ഡയപ്പേഴ്സാണ് ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരുക്കി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡയപ്പർ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുക. അതിനുശേഷം ആ ഒരു ജെല്ലെല്ലാം വീർത്ത് വരുന്ന സമയത്ത് അത് കട്ട് ചെയ്തിട്ട് ജെല്ലുമെല്ലാം ഒരു വേസ്റ്റ് പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പ് യൂസ് ചെയ്യുക. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ജെല്ല് മൊത്തം ലയിച്ചിട്ടൊരു വെള്ളം പോലെ ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വെള്ളം നമുക്ക് തൊടിയിലേക്ക് ഒഴിച്ചു കളഞ്ഞു പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, മണ്ണിന് ദോഷമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക്, ആ ബാക്കി വരുന്ന പ്ലാസ്റ്റിക് ഉണ്ടാവുമല്ലോ, ആ പ്ലാസ്റ്റിക് നമുക്ക് കഴുകിയെടുത്തിട്ട് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, നമുക്കപ്പോൾ ചെയ്ത് തന്നെ നോക്കാം. വീട്ടിലൊക്കെ പറയുമ്പോൾ ചേച്ചിയുടെ കുട്ടികളിലൊക്കെ ഡയപ്പർ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം പണ്ടൊക്കെ പറയുമ്പോൾ അത് കത്തിച്ചെടുക്കും, എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ കത്തിക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കത്തിക്കാണ്ടായി. അപ്പോൾ നേരെ എടുത്ത് തൊടിക്ക് എറിയ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ കഴിയുമ്പോൾ അത് തന്നെ എന്തെങ്കിലുമൊക്കെ വീടിച്ച് പൊക്കോളും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ സാധാരണ എടുത്ത് തൊടിക്ക് എറിയ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ തൊടിക്ക് എറിഞ്ഞ് കഴിഞ്ഞാലും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ കുറേ കഴിഞ്ഞ് നമ്മൾ പാടത്ത് എന്തെങ്കിലും ആവശ്യത്തിന് കിളക്കുകയോ അല്ലെങ്കിൽ മണ്ണ് എന്തെങ്കിലും മാറ്റുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഡയപ്പർ അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മഴക്കാലം കൂടിയാണെങ്കിൽ പറയും വേണ്ട, അതിൽ വെള്ളമൊക്കെ കൂടി കെട്ടിക്കിടന്നിട്ട് അത് വീർത്ത് ഭയങ്കര വലിപ്പമായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ കുറേ ഡയപ്പറുകൾ കുറേ പെറുക്കി കൂട്ടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അത് പ്രോപ്പറായി ഡിസ്പോസൽ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അത് മണ്ണിന് ദോഷമാണ്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവറായാലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് എന്ത് സാധനങ്ങളാണെങ്കിലും അത് മണ്ണിലേക്ക് ഇടുമ്പോൾ എത്രത്തോളം ദോഷമാണോ അതുപോലെ തന്നെ ദോഷമാണ് ഈ ജെല്ലോട് കൂടിയിട്ടുള്ള ആ ഒരു ഡയപ്പർ മണ്ണിൽ കിടക്കുമ്പോഴുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് ബെറ്ററായി തോന്നി. പിന്നെ ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ടും ക്ലോത്താണ് യൂസ് ചെയ്യാറ് കുട്ടികൾക്ക്. പിന്നെ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ എന്തെങ്കിലും വാക്സിൻ എടുക്കാൻ പോവുകയോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചെക്കപ്പിനൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയങ്ങളൊക്കെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ സാധാരണ ക്ലോത്ത് തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഡയപ്പറിൻ്റെ യൂസ് പൊതുവെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ കുറച്ച് ഡയപ്പറാണെങ്കിൽ പോലും നമ്മൾ കുറച്ചിങ്ങനെ എടുത്തെടുത്ത് മണ്ണിലേക്ക് ഇട്ടാൽ തന്നെ അതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഹാക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു ഡയപ്പർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡയപ്പർ എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്, എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ഡയപ്പർ വെച്ചിട്ട് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഇപ്പം നമുക്ക് നോക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല പോലെ ഡയപ്പർ നല്ല വിയർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇനി ഈ ഡയപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ലെല്ലാം പുറത്തെടുക്കണം. ഇനി ഈ ജെല്ലിലേക്ക് ഉപ്പുപൊടി വിതറണം. ഞാൻ വീണ്ടും കുറച്ചുകൂടി ഉപ്പുപൊടി ഇട്ടു കേട്ടോ. പിന്നെ ഈ കമ്പ് വെച്ച് നന്നായി ഇളക്കി കൊടുത്തു. ജെല്ലെല്ലാം കഴുകി വൃത്തിയാക്കിയ ഡയപ്പറിൻ്റെ ഈ ഒരു പോർഷൻ ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാമെന്നൊക്കെയാണ് ഒരാൾ പറഞ്ഞത്. ഏകദേശം 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായി നോക്കാം. ഈ ജെൽ വെള്ളത്തിൽ കുറച്ചൊക്കെ ഡൈല്യൂട്ടായി എന്ന് തോന്നിയിട്ടോ. ബട്ട് ഗൈസ്, ചെറുതായിട്ടൊരു പണിപാടിയ പോലെ, വേറെ ഒന്നുമല്ല ഗൈസ്.
നമ്മൾ ഈ ജെല്ലെടുത്ത് റിമൂവ് ചെയ്ത് പാത്രത്തിലേക്ക് ഇടുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ പരമാവധി വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. വെറും ജെല്ല് മാത്രമായിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ഡൈല്യൂട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഡൈല്യൂട്ടായി കിട്ടും. ഇനി പാടത്തോ പറമ്പിലോ ഇത്തരത്തിലുള്ള ഡയപ്പറുകൾ കിടക്കുന്ന കണ്ട എടുത്ത് ഡിസ്പോസ് ചെയ്യാൻ മറക്കണ്ട. സംഭവം ഈസിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.